ഉള്ളാളത്ത് കഴിക്കുന്ന ഉറൂസ് മദീനയിൽ നിന്ന് വന്ന ഒരു വഴി മദീനത്തങ്ങൾ. അതിൽ നിന്നും എത്രയോ വ്യത്യാസമാണ് ഇവിടെ നടത്തുന്ന ഉറൂസ്. ഇത് നമ്മുടെ കാരണന്മാർ, നമ്മുടെ സ്വന്തം നാട്ടുകാർ. അന്ന് ഇവർ ഈ 17 പേരും പറങ്ങളോട് പോരാടിയില്ലെങ്കിൽ നമ്മുടെ ഈ പള്ളിയോ നമ്മുടെ മദ്രസയോ നമ്മുടെ ഈ നാട് തന്നെ ഉണ്ടാവുകയില്ല നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നാം എന്താക്കണം, ഇവരെ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഏകദേശം 1000 ചില്ലറ വീടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും നമ്മുടെ എല്ലാ കാരണന്മാരുമാണ് ഇവിടെ ഉള്ളത്. നാമാണ് ഇവരുടേതായ ഉറൂസ് ആഘോഷിക്കേണ്ടത്. കഴിയുന്നില്ല. പക്ഷേ നേരെ വിപരീതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏകദേശം ഒരു 10-200 ആൾക്കാരായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കാരണം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ KK മാസ്റ്ററുടെ അല്ലാഹു അദ്ദേഹത്തിൻ്റെ കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റിമാറാറുണ്ട്. പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒന്നാമത്തെ തറവാട്ടുകാർ കുട്ടോമ്പടികയിൽ KV, അതായത് KV എന്ന് പറഞ്ഞവരുണ്ട്, KP എന്ന് പറഞ്ഞു. കുട്ടോമ്പടികയിലും കുട്ടോമ്പുഴ വളപ്പിൽ ഇവരെ തറവാട്ടിൽപ്പെട്ടവരാണ് പോക്കർ മൂപ്പർ റളിയല്ലാഹു അൻഹു. ഇവരാണ് ഇവിടെ കിടക്കുന്നത്. അന്ന് അവരാണ് ആദ്യമായിട്ട് യുദ്ധത്തിൽ ഇറങ്ങിയത്. പിന്നെ രണ്ടാമത് കോപ്പുറാണ്. മൂന്നാമത് പറയുന്നത് മോണങ്ങാട്ട് തറവാട്. നാലാമത് പൊന്നിച്ചി, കരപ്പാത്ത്, തായത്ത്, തളിക്കാർ. ഇവരൊക്കെയാണ് അന്ന് ഇവിടെ യുദ്ധം ചെയ്തത്. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, അവരൊക്കെ വയസ്സന്മാർ ദേശത്തിന് ഇറങ്ങിയതായിരിക്കും, കാട്ടിക്കൂട്ടിയതായിരിക്കും. അല്ല, ചരിത്രം പറയുന്ന പ്രായമുള്ള ആൾക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടുത്ത പ്രദേശത്ത്, അതായത് കുഞ്ഞിമംഗലം, തൃക്കരിപ്പൂര്, പടന്ന എന്നീ സ്ഥലങ്ങളിൽ അവർ പറഞ്ഞയച്ചതിന് ശേഷം 17 ധീര യുവത്വമാണ് അവർക്കെതിരിൽ അടരാടിയത്. അപ്പം ഇവരെ സ്മരിച്ചുകൊണ്ട് നാം എന്താക്കുന്നത്, വർഷത്തിൽ ഉറൂസ് നടത്തും. അപ്പം ഈ ഉറൂസ് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാരണന്മാരെ അവരൊക്കെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 1961-62 കാലഘട്ടങ്ങളിൽ ഈ മക്കാം ഈ രൂപത്തിലല്ല ഉണ്ടായിരുന്നത്, ഓടിട്ട മക്കാമായിരുന്നു. അതിന് നേതൃത്വം നൽകിയതും ഉറൂസ് സ്ഥാപിച്ചതും മർഹൂം അസയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങളായിരുന്നു. 62 കാലങ്ങളിലാണ് ഉറൂസ് സ്ഥാപിച്ചത്. പിന്നീട് ഉറൂസിനോടനുബന്ധിച്ച് സലാത്ത് വാർഷികം അടുത്ത ആഴ്ച. ഈ സലാത്ത് ഇവിടെ സ്ഥാപിച്ചത് നമ്മുടെ സമസ്തയുടേതായ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അന്ന് തങ്ങൾ നന്ദി കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ആ സലാത്തിൻ്റെ വാർഷികവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നമുക്ക് ഒരു സംശയം ഉണ്ടാകാം, സലാത്ത് എപ്പോഴാണ്? സലാത്ത് സ്ഥാപിച്ചത് 2005-ലാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന നമ്മുടേതായ എല്ലാ അമലുകളും, എല്ലാ ആരാധനകളും എന്ന് പറഞ്ഞാൽ നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായ എല്ലാ അമലുകളും ബൈനൽ കബൂലി വത്തർദുദി ഇല്ല സ്വലാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം എല്ലാ അമലുകളും ഒരു പക്ഷേ അല്ലാഹു തആല സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളപ്പെടും. എൻ്റെ പേരിലുള്ള സലാത്തൊഴികെ എല്ലാ ആരാധനയും ഒരുപക്ഷെ അല്ലാഹു തആല സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളപ്പെടും. സലാത്തൊഴികെ, സലാത്ത് അല്ലാഹു തആല സ്വീകരിക്കും, അത് തള്ളപ്പെടുകയില്ല. പണ്ഡിതകർമ്മം പറയുന്നു, ഒരാൾ റിയാൽ എന്നുവെച്ചാൽ ലോകമാന്യം, ആള് കാണാൻ വേണ്ടി, റിയാലിന് വേണ്ടി ഒരാൾ സലാത്ത് ചെല്ലിയാലും കൂലി കിട്ടും. ലോകമാന്യത്തിന് വേണ്ടിയാണ് ഒരാൾ സലാത്തിൻ്റെത്, എന്നാലും പ്രതിഫലം കിട്ടും. പക്ഷേ അങ്ങനെ
റിയായിന് വേണ്ടി ചെല്ലാൻ പാടില്ല. പക്ഷെ റിയായിന് വേണ്ടി ചെല്ലിയാൽ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ബഹുമാനിച്ചതിന്റെ പേരിലാണ് റിയായിന് വേണ്ടി ചെല്ലിയാൽ കൂലി കിട്ടുമെന്ന് പറയുന്നത്. മഹാനായ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു തൻ്റെ റിസാലത്തുൽ ഖുശൈരി എന്ന കിതാബിൽ പറയുന്നു, മല്ലം യജിദ് ശൈഖൻ മുറബ്ബിയൻ ഫൽയുക്സിരി സ്വലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, മല്ലം യജിദ് ഒരാൾ എത്തിച്ചില്ലെങ്കിൽ ശൈഖൻ മുറബ്ബിയൻ ഒരു മുറബ്ബിയായ ശൈഖിനെ എത്തിച്ചില്ലെങ്കിൽ, ഒരാൾക്കൊരു മുറബ്ബിയായ ശൈഖിനെ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫൽയുക്സിരി സ്വലാ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിനെ അധികരിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു പക്ഷേ മുറബ്ബിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? മുറബ്ബിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ ഗൗസുല്ലാഹിനെ പറ്റി നമ്മൾ പറഞ്ഞു, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാ നിങ്ങളെ കൽബകമെന്നോ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് മുറബ്ബിയായ ശൈഖ്. ഒരുപക്ഷെ അങ്ങനത്തെ ശൈഖ് ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഈ അങ്ങനെയുള്ളതായ ഒരു ശൈഖിനെ നമുക്ക് മുറബ്ബിയായ ശൈഖിനെ കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് മുറബ്ബിയായ ശൈഖ് ഉള്ളത്? പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മുറബ്ബിയായ ശൈഖിനെ കാണുന്നില്ലെങ്കിൽ മല്ല യജിദ് ശൈഖൻ മുറബ്ബിയൻ, മുറബ്ബിയായ ശൈഖ് നമ്മൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ബേജാറാകേണ്ടതില്ല. ഫൽയുക്സിരി സ്വലാ അലൽ ഹബീബ്, എൻ്റെ ഹബീബിൻ്റെ മേൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക. ഫൈനഹാ, തീർച്ചയായിട്ടും ആ സ്വലാത്ത് തഖൂമു മഖാമ ശൈഖിൽ മുറബ്ബി, മുറബ്ബിയായ ശൈഖിൻ്റെ സ്ഥാനത്ത് ഈ സ്വലാത്ത് നിൽക്കും. അങ്ങനെയുള്ളൊരു സ്വലാത്ത്, ആ സ്വലാത്താണ് നമ്മുടെ ഇവിടെ മാസാന്തം എല്ലാ മാസവും നടക്കുന്ന സ്വലാത്ത്. പക്ഷേ എല്ലാ മാസവും സ്വലാത്ത് അധികരിച്ചു കൊണ്ടേയിരിക്കും, ജനങ്ങളും അധികരിച്ചുകൊണ്ടിരിക്കും. ഈ അവസരം നാട്ടുകാരായ നിങ്ങളോട് എനിക്ക് ഉണർത്തുവാനുള്ളത്, സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ ഇതേപോലെ തന്നെ നാട്ടുകാരധികം കാണാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ തറവാട്ടുകാരെയും ചിലപ്പം ഈ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ ഉണ്ടാകുന്നില്ല. കാരണം ചിലപ്പം സ്വലാത്ത് മജ്‌ലിസിന് കൂട്ടുപ്രാർത്ഥനക്കും ഏതെങ്കിലും ഒരു ഉസ്താദ്, ഉദാഹരണം പയ്യന്നൂർ ഉസ്താദ് അല്ലെങ്കിൽ തൃക്കരിപ്പൂർ ചോഴൽ ഉസ്താദ് ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഉസ്താദിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഉസ്താദിൻ്റെ നേരെ ബാക്കിലുള്ളത് പുളിങ്ങോക്കാരോ അല്ലെങ്കിൽ മാങ്ങാട്ടുകാരോ അല്ലെങ്കിൽ ചെറുപുഴക്കാരോ ഇങ്ങനെയുള്ള ഏതെങ്കിലും നാട്ടുകാരായി. പക്ഷെ നാട്ടുകാർ നമ്മളെ നാട്ടുകാരായിട്ട് വളരെ അപൂർവം 1-2 ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, ചെറുപ്രായത്തിൽ നമ്മളോട് ജുമായ്ക്ക് വരുമ്പോൾ നമ്മൾ ആ മുട്ടയടിച്ചിട്ട് തലയിൽ ടൗവല് കെട്ടിയിട്ട് ജുമായ്ക്ക് വരുന്ന സമയമുണ്ടായി, വർഷങ്ങളുണ്ടായി. അന്ന് നമ്മളോട് ഉമ്മമാർ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മാമാർ പറയും, ജുമ കഴിഞ്ഞാൽ സ്വയതാ മക്കാമിൽ പോയിട്ട് എന്താക്കണം, നിങ്ങൾ യാസീൻ ഓതിയിട്ട് നിങ്ങൾ തങ്ങളെ മക്കാമിൽ പോയിട്ട് അത് നമ്മളങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വളരെ ദുർലഭമാണ് അങ്ങനെ മക്കാമം കയറുന്നുണ്ടോ ഇല്ലയോ, ഞങ്ങൾ ഉണർത്തും നമ്മളത് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ കാരണന്മാരാണ്. കാരണം തങ്ങളെ മക്കാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1942 ഒരു കോളറ രോഗം പിടിപെട്ടപ്പോൾ നമ്മൾ ആദരപൂർവ്വം സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങളെ വലിയ തങ്ങൾ എന്നൊരു ബഹുമാനം കൊടുത്ത് നമ്മൾ വലിയ തങ്ങൾ എന്ന് വിളിച്ച കാലഘട്ടം തങ്ങളിവിടെ ഇല്ല. തങ്ങളന്ന് ബർമയിലാണുള്ളത്. തങ്ങളുടെ ഭാര്യ അള്ളാഹുത്താലാവുടേതായ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാണ്. ബർമയിലേക്ക് അന്ന് ഫോണും കാര്യമൊന്നും ഇല്ലാത്തൊരു
സമയമാണല്ലോ. അന്ന് ടെലിഗ്രാം നമുക്കറിയാം, കമ്പി അടിക്കാന്ന് പറഞ്ഞ് ടെലിഗ്രാം അടിച്ച് തങ്ങളെ ഇവിടത്തേക്ക് വന്നു. തങ്ങളിവിടെ വന്ന സമയത്ത് മയ്യത്തെടുക്കാൻ ആൾക്കാരില്ല, രോഗിയെ ശുശ്രൂഷിക്കാൻ ആൾക്കാരില്ല, എല്ലാം മരിച്ചവർ തന്നെ. അങ്ങനെയുള്ളതായ മഹാവിപത്തിനെ തൊട്ടുള്ളാവും നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാണ്. ചരിത്രം പറയുന്നു, ശരിക്ക് മറമാടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പേടിച്ച് ആരും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ചെറിയൊരു കുഴിയെടുത്തിട്ട് ആ മയ്യത്ത് അവിടെ വെച്ച് ആ മയ്യത്ത് തന്നെ കുറുക്കനും നായയും എന്തായിരുന്നു മാന്തിയിട്ട് കിളച്ചിരുന്നു എന്നാ പറയുന്നത് ചരിത്രം. ആ സമയത്തൊക്കെ ഒരു വളർത്തിയൊരു ക്യാപ്റ്റൻ്റെ മാതിരി മുമ്പിൽ നിന്നിട്ട് നമുക്ക് വേണ്ട ആശ്വാസം നൽകിയത്, നമ്മുടെ കൂടെ എല്ലാ വീടാന്തരം കയറി ഇറങ്ങിയതും സ്വലാത്ത് ജാഥ നടത്തിയതും ബഹുമാനപ്പെട്ട വലിയ തങ്ങളായിരുന്നു സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്ന് പോകും സിയാർത്തികൾ അവിടെ സിയാർത്ത് ചെയ്തു, ദുആ ചെയ്തു. അപ്പം ആ സയ്യിദ് തങ്ങളെ നമ്മൾ എല്ലാ സമയവും നമ്മൾ അതെ, സയ്യിദുൽ ഉമ്മ ആരംഭ നബിയുടെ ആദരപ്രഭയുള്ള